വിന്റേജ് വൈബ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു രമ്യ അജിത്. Fantastic. Very nice. So beautiful. Very nice. Thank you. ഹായ്, ഹലോ. നന്നായി പാടിയോ? ചോദിക്കാം, സ്വന്തമായിട്ട് വിലയിരുത്തുന്നില്ല. ഇല്ല, ഓക്കെ. ഔസേപ്പ് ബച്ചൻ സർ. രമ്യ എന്തോ സർ? പുഷ്പം പോലെ പാടി. ആഹാ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചെറിയൊരു പേടി എവിടുന്നാന്ന് അറിയില്ല, ഇടയ്ക്കൊന്നും വന്നിരുന്നു. അതെ, അത് കുഴപ്പമില്ല. അതായത് നമുക്ക് ഇപ്പോ രാഘവൻ മാഷ്ട പാട്ട് അതെ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ പറയും, നല്ല മലയാള
ഗാനങ്ങൾ, ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാട്ടുകൾ, നമ്മുടെ മലയാള ഭാഷയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദേവരാജൻ മാഷ പറയും. ക്ലാസിക്കൽ അടിസ്ഥാനപ്പെടുത്തിയ പാട്ടുകൾ, അടിസ്ഥാനമുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിനെ പറയും. അതുപോലെ മെലോഡിയസ് ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറയുമ്പോൾ ബാബുഖനെ പറയും. പിന്നെ ഒരു സെക്ഷനാണ് ഫോക്ക് സോങ്സ്. അതിന്റെ കിങ് ആയിരുന്നു രാഘവൻ മാഷ്. എത്രയോ പാട്ടുകൾ എല്ലാം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ പ്രത്യേകത ചില ഗമങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണ ഫോക്ക് സോങ്ങിൽ ഉണ്ടാവില്ല. എന്നാൽ അത് ഫോക്കിന്റെ കൾച്ചറിൽ നിന്ന് മാറില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പാട്ടുകൾ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. സുശീലാമ്മ എന്ത് മനോഹരമായിട്ടാണ് പാടി അല്ലേ. അത് അവർ പാടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഭാഷയൊന്നും അറിയില്ല. പക്ഷെ മാഷ് പറഞ്ഞു കൊടുക്കുന്നത് മാഷ് പാടി കേൾക്കണം. എന്ത് രസമായിട്ടാ പാടുക അറിയാം. ഇത്തരം പാട്ടുകളൊക്കെ കൊതിച്ചിരുന്നു പോകും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും എനിക്ക് അത് ഒറിജിനൽ സോങ്ങിന്റെ ആ ഗമങ്ങൾ, ടച്ചുകളൊക്കെ നല്ല സുന്ദരമായിട്ട് ഓരോ മാനത്തേ അങ്ങനെ ഒരു കമ്പോസിഷൻ നമുക്ക് അങ്ങനെ ഒരു ഫോക്ക് സോങ്ങിൽ അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ മാനത്തേ മഴമുകിൽ കണ്ട മഴമുകിൽ അത് കഴിഞ്ഞിട്ട് മാലകളെ ഒന്ന് പാടി. രസമായിട്ടാ മാലകളെ പാടൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് പാടി തരുന്നത്. ഞാൻ പാടിയൊന്നും നോക്കണ്ട. മാനത്തെ മഴമുകിൽ മാലകളെ ചെലൊത്ത മടപ്പീറാവുകളെ. എന്ത് രസം. ആ പാട്ടും അങ്ങനത്തെയാണ്. ബട്ട് യു ആർ സിംഗിങ് ആർ സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ആദ്യം പാടുമ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടൊരു പിച്ചിങ്ങിന്റെ പ്രോബ്ലം എനിക്ക് തോന്നിയിരുന്നു. പല്ലവി ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത ഡൈനാമിക്സ്. 7ാം കടലോടി വന്ന് എന്നൊക്കെ പറയുന്നിടത്തുണ്ടല്ലോ. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞിട്ട് ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ സാധാരണ നമുക്കൊക്കെ ഒരു വിഷമം തോന്നും. സ്ട്രെയിൻ ചെയ്യുന്ന കണ്ട പാവം പാടുന്നുണ്ട്, ശ്രുതി ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഇഷ്ടം. അതൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ. വളരെ അതാണ് ഞാൻ പറഞ്ഞ പുഷ്പം പോലെ പാടി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഈ പാട്ടിലെ ഒരു ചലഞ്ചിങ് പ്രയോഗം എന്താന്ന് പറഞ്ഞാൽ ഈ മാടപ്പിറാവുകളെ അത് രീക്ക് അതിൽ ഗായുമില്ല മായുമില്ല. രീന്ന് പായിലേക്കൊരു എടുത്ത് ചാട്ടമാണത്. സോ അത് എവരി ടൈം രമ്യ വണ്ടർഫുൾ ആയിട്ട് പാടി. എന്തൊരു എക്സ്പ്രസീവ് അവിടെ ഇങ്ങനെ അങ്ങ് കൺട്രോൾ ടു ദി കോർ മാക്സിമം അങ്ങനെ എവിടെ ചെന്നിട്ട് ഇങ്ങനെ മറ്റത് പറയാം. എന്ത് രസമായിട്ട് പാടി. അതേപോലെ ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ചെറുതായിട്ട് ആ പല്ലവിയിലും ചരണത്തിലും ലാസ്റ്റ് ലൈൻ കരവാളെടുത്താലും മട്ടിപ്പാൽ പുകച്ചു അവിടെ മാത്രം ഒന്ന് ചെറിയൊരു ശ്രുതി ഒന്ന് തുടങ്ങി പൊന്നൊന്ന് പോയി. പക്ഷെ ഇതൊക്കെ കണ്ണിട്ടാതിരിക്കാൻ വേണ്ടി പറയണം എന്ന് നമുക്ക് എടുക്കാം അല്ലേ സാറേ? കാരണം ഇത്രയും അസാധ്യമായിട്ട് അത് പാടിയല്ലോ. വണ്ടർഫുൾ ആയിട്ട് പാടി. നമുക്ക് ആ ഇതിനകത്ത് കേൾക്കുന്ന അതേ ഒരു ഫീലാണ് രമ്യ പാടിയപ്പം കിട്ടിയത്. ഒരു സാധനം കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പാടിപ്പിക്കാമോ? ഏതാണെന്നറിയോ? തുളുനാടിൻ കളരിയിൽ പോയി വരാമോ എന്റെ അതിലത്തെ ഹൈലൈറ്റ്. തുളുനാടിൻ കളരിയിൽ പോയി വരാമോ എന്റെ. രമ്യ എന്താ ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ ഇത്. ഇതാണ് പാടാൻ പോണേന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ തൊട്ട് തുടങ്ങി ഈ പാട്ടിനെ കുറിച്ചിട്ട്. ഈ പാട്ട് ഇന്നിവിടെ പാടുന്നു അറിയില്ല. എന്തോ ഒരു കാരണം കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ മാനത്തെ മഴമുകിൽ എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര സോങ് ആണ്. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അത്. എക്സ്ട്രാ ഇവിടെയൊക്കെ പിങ്കായി രഞ്ജിനിയുടെ നോക്കിക്കേ. നിങ്ങൾ രണ്ടുപേരും ആക്കുവാണോ എന്നൊരു ചെറിയ സംശയം. പിങ്കായി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാട്ട് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. എനിക്ക് അതിന്റെ ഒരു പക്ഷെ രമ്യ അത് പാടി കഴിയാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഗൂസ് ബംസ് എടുത്തിട്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഹാപ്പിനെസ് ടു ദ കോർ ആയിരുന്നു. ഇത് രസമായിട്ടാ പാടി. എനിക്ക് ഒന്നും പറയാനില്ല. മാനത്തെ മഴമുകിൽ മാലകളെ ചെലൊത്ത മടപ്പീറാവുകളെ.
ഇത്ര മനോഹരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്ക് പറ്റുമെങ്കിൽ 100 ഞാൻ തനിക്ക് തരും. അതാണ് എന്റെ അവസ്ഥ. അപ്പൊ നമ്മുടെ മെന്റേഴ്സ് എത്രയാണ് രമ്യക്ക് നൽകുന്ന മാർക്ക് എന്നുള്ളത് ജഡ്ജസിനെ അറിയിക്കണം. അതിനുശേഷം ജഡ്ജസ് ഫുൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും കേട്ടോ. രമ്യ, യുവർ മാർക്ക് ഈസ് 96.5 out of 100. താങ്ക് യു സോ മച്ച്. 96.5. ഫസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു? 96. 96. ഇപ്പൊ 96.5. Yeah. അടിപൊളി. കലക്കി. അങ്ങനെ ഈ ഘട്ടത്തിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിരിക്കുകയാണ്. 2 റൗണ്ടിലും നല്ല മാർക്സ് ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഒരു കാര്യം പിന്നെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ഒന്ന്, എന്റെ പാരന്റ്സ് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നെ ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്ത് വിട്ട പാരന്റ്സിന് വലിയൊരു നന്ദി. അതുപോലെ എന്റെ സ്കൂളിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബളാന്തോട്, വളാന്തോട് എവിടെയാ അത്? കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും താങ്ക് യു. ഇതിന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. പൊയ്ക്കോ മോളെ എന്ന് എപ്പോഴും പറയാറുണ്ട്. പ്രശ്നമൊന്നും ഇല്ല, നമുക്കെല്ലാം റെഡിയാക്കാന്നൊക്കെ പറയുന്ന എല്ലാവർക്കും, ടീച്ചേഴ്സിനും അവിടുത്തെ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫും എന്റെ മക്കളും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞങ്ങളൊരു ഹായ് പറയട്ടെ എല്ലാവർക്കും. ഞങ്ങളുടെ ഒരു ബിഗ് ഹായ് ഞങ്ങളുടെ ഹായ് വേണ്ടേ? അല്ല, നിങ്ങളും ഹായ്. ഹായ്. വളാന്തോട് സ്കൂൾ ഹായ്. താങ്ക് യു സോ മച്ച്. എനിക്ക് വേറൊരു കാര്യം ഈ അവസരത്തിൽ പറയാനുണ്ട്. നമ്മുടെ ഫിറ ഫുഡ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട്. ടൊമാറ്റോ ചീസ് ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂം ഫ്ലേവർ ഉണ്ട്. അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആൻഡ് അതുപോലെ തന്നെ ഫൈബറും എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഓട്സ് കൂടെയാണ്. ചിയാ സീഡ്സിന്റെ ഓട്സും അവൈലബിൾ ആണ്. അപ്പൊ ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ ഫിറ ഫുഡ്സ് അവൈലബിൾ ആണ്. വെറും 3 മിനിറ്റ് മതി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭയങ്കര സ്പീഡായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതെ, 1 മിനിറ്റ് മതി. തീർച്ചയായും അത് യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ പേരന്റ്സിനോട് പറയണം കേട്ടോ, കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ. അപ്പൊ ബൈ രമ്യ. ബൈ. താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്തത് ഇമോട്ടീവ് റൗണ്ട് ആണ് വരുന്നത്. പെർഫോം ചെയ്യാനെത്തുന്നു അശ്വനി അനീഷ്. കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് പാട്ട് കൊ
കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. ആകാശമേടയിൽ നിൻ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നിൻ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. വിദൂര വേഗമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. കൈവളരാൻ നേരം പദമായിരം വേണം. നീ വളരാൻ നേരം കണ്ണായിരം വേണം. വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ട് കൊഞ്ചേണം. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. നൈസ് നൈസ്. ഹായ് അശ്വിനി. ഇത്തവണയും കൈ കടന്ന് കിലുകിലാ വിറയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈക്ക് നോക്കിയപ്പോ കൈ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇല്ല ഇന്ന് ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഇന്ന് കുറച്ചാണ് ടെൻഷൻ സെക്കൻഡ് റൗണ്ട് ആയപ്പോ കുറച്ച് കുറഞ്ഞു അല്ലേ? ഓക്കെ ശരി. അപ്പൊ ബിന്നി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വിനി ചേച്ചി അശ്വിനി നന്നായിട്ട് പാടി. നമ്മള് പാടുമ്പം മോള് ഒരു ലൈൻ തന്നെ അങ്ങ് സ്റ്റഡിയായിട്ട് പോവാത്ത പോലെ തോന്നി. അതായത് കരയാതെ കണ്ണുറങ്ങ്, അത് കരയാതെ കണ്ണുറ ഒരു ഇത് ഇങ്ങനെ ആ ഒരു ലൈനിൽ തന്നെ നിറയെ ബ്രേക്സ് വരുന്ന പോലെ തോന്നി. വോയിസിനോ കുഴപ്പം ഇതൊന്നുമില്ലല്ലോ? അതോ ടെൻഷന്റെ ആണ്? ടെൻഷന്റെ അല്ല, കുറച്ചൊരു സ്ട്രെയിൻ പോലെ തോന്നിയത് കൊണ്ടാണ്. ആണോ? എനിക്ക് ആ ചരണം ഒന്നും മോള് പാടാം. ആകാശമേടയിൽ ആകാശമേടയിൽ നീ മേടയിൽ നീ ആ നീയും അതേ വോയിസ് ലെവലിൽ തന്നെ പറയാമെന്ന് മോൾ. അത് ആകാശമേടയിൽ നീ എന്ന് പറയുന്നുണ്ട്. അതായത് വോയിസ് ലെവലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിറയെ ബ്രേക്സ് പോലെ നമുക്ക് ബ്രേക്ക് ആവുന്നത് പോലെ തോന്നുന്നു നമുക്ക്. ആ നീയും ക്ലിയർ ആയിട്ട് തന്നെ പറയാലോ. ഒരേ ലെവലിലൊന്ന് പാടി നോക്കൂ. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആക്ച്വലി അശ്വിനിക്ക് ഹൈ രജിസ്റ്റർ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് മിഡിൽ ആ ഒരു റേഞ്ചിൽ ഒരു ലൈനിൽ തന്നെ പല പല ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഒരു വരുന്നുണ്ട് പാട്ടിൽ. അപ്പൊ അത് ഇത്രയും നന്നായിട്ട് പാടുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ശരി കേട്ടോ. ശ്രദ്ധിച്ചു. അടുത്തടുത്തതിലെല്ലാം നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ അറിയാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യുന്നതായിട്ട് വിചാരിച്ചാൽ മതി. അതുപോലെ മാറോട് ചേർന്നുറങ്ങുന്നുള്ള ആ ഒരു ആ സംഗതി എന്താണെന്ന് ഒന്ന് ക്ലിയർ ആയില്ല. ഒന്ന് പാടുവോ പല്ലവിയിലുള്ള? മാറോടു ചേർന്നുറങ്ങ് ചേർന്നുറങ്ങ്
അതിപ്പോ പാടിയപ്പോഴും സംഗതി എന്താന്ന് മനസ്സിലായി. പക്ഷെ താളത്തിന് ഇനിയും പാടുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അതൊന്ന് ചേരാനുണ്ടെന്ന്. കേട്ടോ, ചേർച്ച വന്നില്ല താങ്ക് യു. അല്ലേ? കുറച്ച് ചേർച്ച വന്നു. ചേർച്ച വന്നില്ല. അതിപ്പോ ഡെയിൻ വേണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെയിനോടൊന്ന് ചോദിച്ച് പാടി കേൾപ്പിച്ചിട്ട് വേണമെങ്കിൽ വന്നോളൂ. എന്നാ ഒന്ന് ഡെയിൻ പാടും. ഡെയിൻ ഒന്ന് പാടിയാ ഒന്ന് ചേർത്ത് പാടുവോ? ചേർന്നെങ്കിനെ ഉറങ്ങാനെനിക്ക് പറ്റുള്ളൂ. ഇല്ലത് പാട്, ചേർന്നുറങ്ങ്. ചേർന്നുറങ്ങ, അത് മാത്രം പാടിയാ മതി. ചേർന്നുറങ്ങൂ. അല്ല, പാടിക്കോ. പാട്. ചേ ചേ. പാവ എന്റെ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അയ്യോ, അല്ല. ഇഷ്ടാവുന്നില്ല. ഒല്ലുകാരന്റെ നാളം കടത്തില്ല. പാടറ പാട് പാട്. ഗതികേടാണ്. ഇല്ല പ്ലീസ് പ്ലീസ്, ഇതെല്ലാരും ഒന്ന് ക്ഷമിക്കണം ഞങ്ങളോട്. കുറച്ചു നേരം ഡെയിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും മാറ്റിവെക്കും. ചേർന്നു ഒന്ന് ചേർത്തി ഉറക്കരുതില്ലേ? ഇവിടെ മനുഷ്യൻ ചേരാതിരിക്കുക. പിന്നെ ചേച്ചി പാടിക്കണം. ചേർന്നുറങ്ങ്. ചേർന്നു. അയ്യോ അവിടെ ശരി, സന്തോഷം. അന്നാ അത് വേണ്ട. കരയാതെ അത്രയും മതി. കരയാതെ. മതി 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 മതി. മിടുക്കൻ, മിടുക്കൻ. മതി മതി മതി. ഇനി അവിടെ കയറുന്നത് അല്ലേ? നന്നായി പാടിയടാ നീ. അശ്വിനി നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു സർ. അശ്വിനിയുടെ പ്രോബ്ലം ഇതൊന്നുമല്ല. അശ്വിനിയുടെ അല്ല പ്രോബ്ലം. അശ്വിനിയുടെ ശബ്ദത്തിലെ ഹസ്കിനെസ്. സാധാരണ ഹസ്കിയായിട്ട് പാടാൻ പറയും നമ്മൾ ചില പാട്ടുകൾ. പക്ഷേ ഇതൊന്നും ഹസ്കിയായിട്ട് അങ്ങനെ പാടേണ്ട പാട്ടൊന്നുമില്ല. ഇതൊരു ഫീൽ മാത്രമാണ്. അപ്പം ഇത് ഈ ഒരു ശബ്ദം നമ്മളുടെ ഇങ്ങനെ കൂടപ്പുറപ്പായിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പാടുന്ന ഉദ്ദേശിക്കുന്ന സംഗതികളൊക്കെ പുറത്ത് പകുതി കട്ടായിട്ടാണ് വരിക. ഫിൽട്ടറായിട്ട് വരുന്നത് സംഗതികൾ. അതാണ് നമുക്കിവിടെ കിട്ടാത്തത്. ഉള്ളിലുണ്ട് പാടുന്നത്. യു നോ ദാറ്റ് സംഗതി അറിയാം. പക്ഷെ അത് ഇങ്ങോട്ട് വരുമ്പോൾ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അത് കട്ടാവുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ഹസ്കിനെസ്. അത് എപ്പോഴും ഉള്ളതാണോ ഈ ഹസ്കിനെസ്? അതോ ഹസ്കി ആക്കുന്നതാണോ പാടുമ്പോൾ? അല്ല അല്ല, ഇപ്പൊ ഞാൻ പറയാം, കരയാതെ കണ്ണുറങ്ങ് എന്നും പാടാം. കരയാതെ കണ്ണുറങ്ങ് ഇങ്ങനെ പാടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാടുന്നത് ആ സംഗതിയൊന്നുമല്ല പറയുന്നത്. അതിൻ്റെ ആ വോയിസ് നമ്മൾ ഓപ്പണായിട്ട് പാടാൻ കുറച്ചും കൂടി ശ്രമിക്കുക. ഒന്ന് ഓപ്പണായിട്ട് ആ പല്ലവി മാത്രം 2 ലൈൻ എന്തെങ്കിലും പാടിക്കോളൂ. അതിൻ്റെ താത്തിക്ക് പറ്റേ ഓക്കെ. ഇങ്ങനെ വന്നു. ഇനി കുറച്ച് ലോല് പാടി നോക്ക്. അല്ല, ഒരു ഫീലും കൂടി കൊടുത്തോളൂ. എന്ന് പറയുന്നല്ലേ എന്ന് പാടണ്ട. ഉള്ളിന്ന് വരട്ടെ. അങ്ങനെ നമ്മൾ പാടുമ്പോൾ അതിന്റെ ഒരു സൂപ്പിച്ചൊക്കെ പാടണ്ടേ. ഇപ്പൊ ഇനി വെറുതെ ഒന്ന് കരയാതെ കണ്ണുറങ്ങുന്ന പോലെ താരാരി കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. ബെറ്റർ ബെറ്റർ. ഇപ്പൊ ഓപ്പൺ ആയിട്ട് പാടിയപ്പോ അത് വരണ മനസ്സിലായി സർ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് പാടാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞേ? ഫീൽ കുറച്ചും കൂടെ ആവാം അല്ലേ? ഇവരിപ്പോ എന്താ പറഞ്ഞ? ഇപ്പൊ ഇവര് ചെയ്യിപ്പിച്ച എന്താണെന്നറിയോ? വോക്കൽ വാമപ്പ് ആണ് ചെയ്യിപ്പിച്ചേ. അപ്പൊ മന്ത്രസ്ഥായിൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ വോക്കൽ വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ട തുറക്കും. ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഈ പറഞ്ഞ പോലെ 2 ഒക്ടേവിലൊക്കെ പാടിക്കഴിഞ്ഞ് വാമപ്പ് ആയി കയറി കഴിയുമ്പോഴേക്കും തുറക്കും. ഇത് ചിലപ്പോൾ ആ നേരത്ത് ഹൈ മാത്രമേ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുള്ളൂ. അതൊരു പ്രശ്നമാണ്. താഴെയും കൂടെ പ്രാക്ടീസ് ചെയ്യണം. മന്ത്രസ്ഥായി ഒരിക്കലും പാടാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. ചെറുതിലെ താഴേക്ക് ഒട്ടും പോവില്ല. അത് എൻ്റെ അമ്മ നല്ല അടി തരും പാടിയില്ലെങ്കിൽ. അങ്ങനെ അടിച്ചടിച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വോയിസുള്ള പാട്ടുകൾക്ക് എന്നെ വിളിച്ചു തുടങ്ങി.
അപ്പൊ ബേസിക്കലി ആ സാധനം പറഞ്ഞ പോലെ എല്ലാവരും ഹൈ പിച്ചിലേക്കാണ്, എല്ലാവരും ഹയർ രജിസ്റ്റേഴ്സ് ആണ് എപ്പോഴും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അല്ല, അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് താഴെ പാടുന്നതിനുണ്ട്. സെയിം വേ അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ അത് കിട്ടാഞ്ഞുകൊണ്ടാണ് അവിടെ ഇതായത്. അപ്പൊ താഴെ പ്രാക്ടീസ് ചെയ്യുന്ന, താഴെയാണ് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ അത് തന്നെ പ്രാക്ടീസ് ചെയ്യും. കണ്ടോ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. നന്നായി പാടി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ ഇമോഷണൽ റൗണ്ടിൽ എനിക്ക് ഈ ഒരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് എൻ്റെ മോനാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ? അല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ഒരു കുഞ്ഞ് പോയി. അതിനുശേഷം മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയത്. ആ സമയത്ത് 3-ാം മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അപ്പോൾ കാണിക്കുന്ന ഡോക്ടറൊക്കെ അടക്കം പറഞ്ഞു അത് കളയാൻ, കാരണം ആ മോന് എന്തെങ്കിലും വൈകല്യങ്ങളോ അതെന്തായാലും കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 4-ാം മാസം എത്തിയിട്ട് ഒരു 4D ചെയ്ത് നോക്കിയിട്ട് അത് പറ്റുവാണെങ്കിൽ വയ്ക്കാം, അത്ര വരെ വെച്ചിട്ട്. അപ്പം 4-ാം മാസം എത്തി ഞങ്ങൾ കോഴിക്കോട് 4D സ്കാനിങ്ങിന് പോയപ്പോൾ ബാക്കി എല്ലാം എനിക്ക് അവയവങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കണ്ണ് കാണിച്ചു, വിരൽ ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ പ്രസവിക്കണത് വരെ നോക്കി വന്ന് കിട്ടിയ മോനാണത്. അനിത്യൂട്ടി വാ, എല്ലാരും വരും, എല്ലാരും സ്റ്റേജിൽ വരാം. എൻ്റെ അമ്മ ഒരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ടീച്ചറാണോ? അതാണോ? ടീച്ചറാണോ? അതെ. ഓ ശരി. മിസ്റ്റർ ഫോക്കസ് മാൻ, എന്താണ് താങ്കളുടെ പേര്? ഓ ദൈവത്തിന്റെ വരം, അതാണ്. അനിത്യൂട്ടിയുടെ പേര്? അനിത്യകുട്ടിയുടെ പേരെന്താ? ഓ എന്തൊക്കെ പേരുകൾ ഇവിടെ വന്നാ ഭയങ്കര നമുക്ക് പേരുകളാട്ടോ. പേരുകൾ വേണമെങ്കിൽ ഇവിടെ വന്നാ മതി. അപ്പൊ അമ്മയുടെ 2 ലൈൻ കേൾക്കാം. അതെ, കീർത്തനം പോലെ എന്തെങ്കിലും എന്തേലും പാടില്ലേ? കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ. നല്ല മ്യൂസിക്കൽ ലൈഫിൽ ആക്ച്വലി ചേച്ചിക്കും വരാം. മോൾക്കും വരായിരുന്നു. സത്യം, ശരിക്കും അസല് വോയിസ്, നല്ല നമുക്ക് വേറെ കാര്യം, സീനിയർ മ്യൂസിക്കൽ അമ്മമാർക്ക് അമ്മമാർ. സാറേ, പക്ഷെ വൈഫിനെ സീനിയർ ജൂനിയർ എന്നൊന്നുമില്ല, ആർക്ക് വേണേലും. എന്താ ചേച്ചി അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രതിഷേധം? അല്ല അങ്ങനെയല്ല. ചേച്ചിക്ക് ചേച്ചി പെട്ടെന്ന് സീരിയലിൽ പെടുമെന്നൊരു പിന്നെ സീനിയർ ബോയ്സ് ഉണ്ട്, സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതെ, അമ്മമാർക്കും ആവാലോ. അമ്മമാർക്കും ആവാം. കച്ചേരിക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് വോക്കൽ കോഡിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിലായിരുന്നു ഉള്ളത്. എന്നിട്ട് ഇങ്ങനെ എന്ത് പറ്റി? അത് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഉള്ളില്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ വോയിസ് തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങൾ മാർക്ക് പറയാം ഇപ്പൊ. ഓക്കെ, താങ്ക് യു. കുട്ടികളെ മാർക്ക് കാണിക്കൂ. കുട്ടികളെ മെന്റേഴ്സിന്റെ മാർക്സ് ജഡ്ജസ് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ജഡ്ജസ് എത്ര മാർക്ക് ഇടും എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് 100-ൽ ടോട്ടൽ എത്രയാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അശ്വിനി ഔട്ട് ഓഫ് 100 അശ്വിനിയുടെ മാർക്ക് 90. താങ്ക് യു. 90. 90 on 100. നല്ല സ്കോറാണ് കേട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ ഫസ്റ്റ് റൗണ്ടിൽ 88 ആയിരുന്നു. ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിലെ 2 പെർഫോമൻസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. Thank you. ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിലോട്ട് കിടക്കാം. അടുത്ത പെർഫോമൻസിലേക്ക് വിന്റേജ് കടക്കാം. വൈബ് ആണ് അടുത്ത റൗണ്ട്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ദിവ്യ ETK. കുന്നിമണിച്ചിപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴ
ചെപ്പു തുറന്നിന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകൻ കാതിൽ മോളും നേരം കാത്തു നിന്നാ തോഴനിന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നിന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഹായ്. ഹലോ. ടെൻഷനിലാണോ നിൽക്കുന്നത്? ഇല്ല, ടെൻഷൻ ഇല്ല. ഇല്ല. ആ, ബിന്നി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. ആസ്വദിച്ച് അവിടെ അല്ല, എല്ലാ പാട്ടുകളും ഉണ്ടല്ലോ, അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കും എല്ലാ പാട്ടിന്റെ സമയത്ത്. കുന്നിമണി ചെപ്പു തുറന്നിന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. അതുകൊണ്ട് ഈ പാട്ട് ചേച്ചിയാണ് ഈ entire set ലെ ആസ്വദിച്ചത്. കുട്ടി. അതെ. ഞങ്ങൾ അവിടുന്ന് പറയുന്നു എന്ത് ക്യൂട്ടാന്ന്. കുട്ടി പയ്യാണ് അതെ, പൈ. ക്യൂട്ടി പൈ. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടമൊക്കെ അങ്ങ് ഓർത്തുപോയി. എല്ലാവരും ഒരു ഫ്രീ ടൈമിലും എല്ലാവരും മരത്തിന്റെ അടിയിൽ എല്ലാവരും കൂട്ടം കൂടിയിരിക്കുമല്ലോ. ആ. അപ്പൊ ഇത് പാടും. അതെ. ഇത് ഈ പാട്ട്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ വന്നു. ദിവ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ, ഇത് ഒറിജിനൽ പിച്ചിനെ താഴ്ത്തിയല്ലേ താഴ്ത്തിയതാണ്. താഴ്ത്തിയില്ലേ? ശബ്ദം പ്രശ്നമുള്ളത് കൊണ്ട് താഴ്ത്തിയതാണ്. ശബ്ദത്തിന് എന്ത് പറ്റി? പ്രാക്ടീസ് ചെയ്തിട്ട് ശബ്ദം പോയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ ഓ, ഞാൻ ഇടപെട്ടോട്ടെ. ഇടപെട്ടോളൂ. ഇടപെടൂ. കമ്പോസ് ചെയ്യുമ്പോൾ ഒരു പാട്ട് അതിൻ്റെ വരി അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വെറുതെ ഒരു ശ്രുതിയിലൊന്നും അല്ല അത് ഉണ്ടാക്കുന്നത്. ഓരോ പാട്ടിനും ഓരോ പിച്ചുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിപ്പോൾ ഫാസിൽ സാറിനോടൊക്കെ പറഞ്ഞാൽ നേരെ എന്തുമാത്രം ശ്രുതികൾ മാറ്റി മാറ്റി പാടിച്ചിട്ടാണ് ഞങ്ങൾ അവസാനം റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വേണ്ടുന്ന ആ ശബ്ദം കിട്ടണം, ആ ഒരു ഫീൽ. ഓരോ പിച്ച് മാറും തോറും ഈ പാട്ടിന്റെ ഫീൽ വല്ലാണ്ട് മാറിപ്പോകും. അപ്പോ ഇവിടെ ഞാൻ ഈ പാട്ട് എനിക്ക് കേട്ട് പരിചയമുള്ള ഒരു പാട്ടാണ്, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഭയങ്കര ബേസിൽ ഇങ്ങനെ കുന്നിമണി ചെപ്പു തുറൻ, ഇത് കുറച്ചും കൂടിയൊക്കെ എന്തെന്നാ പറയാ, ഒരു പ്ലസന്റ് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതങ്ങ് അല്ല, കുറച്ച് അത് നഷ്ടപ്പെട്ടു പോകും. ഈ പ്രസൻസിലാന്ന് പറയുന്നത് ഇപ്പൊ ഒന്നിലാണോ പാടിയത്? സി യില് Original പാടി. എത്രയാ? 4 F എഫിലാണോ? 5 സെമിറ്റോൺ. അയ്യോ മോളെ, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താ പറയാ, പാട്ടിനൊരു ഭയങ്കര പ്രസൻസ് ഉണ്ട്, ഒരു സുഖമുണ്ട്. അത് നമ്മൾ ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് അതൊരു നോർമൽ, നമ്മൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് പാടാനുള്ള പാട്ട് അങ്ങനെയൊന്നും അല്ല. അപ്പം അതിനൊരു സുഖമാണ് ആ പാട്ട്. ഇങ്ങനത്തെ ഇത് സംഭവിക്കും, ഇങ്ങനെ മാറും. എവിടെയാണെന്നറിയോ, നമുക്ക് തന്നെ വേറൊരു ഷോ ഇല്ലേ, ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ, കൊച്ചുകുട്ടികൾ, അവരുടെ റേഞ്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു സംബന്ധമില്ലാത്ത റേഞ്ചിലൊക്കെ ആയിരിക്കും അവരുടെ കോമ്പാസ് കിടക്കുന്നത്. അതിനനുസരിച്ചിട്ട് ആ പിച്ച് മാറ്റിയേ പറ്റൂ. ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടണം ശ്രുതി മാറ്റി വായിക്കാനൊക്കെ. പക്ഷെ നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ എഫിൽ പറ്റുന്നില്ലെങ്കിൽ ഈ ശ്രമിക്കുക, ഒരു അര ടോൺ താഴ്ത്തുക, അപ്പൊ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു അര ടോണും കൂടി താഴ്ത്തി ഒരു 3-ലൊക്കെ, ഐ മീൻ ഈ ഫ്ലാറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പറ്റും. പക്ഷെ ഒരടിക്ക് സി വരുമ്പോൾ പാട്ടിന്റെ ഫീല് മാറിപ്പോയി ടോട്ടലി. കേൾക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട് പാടുന്നുണ്ട്. കുന്നിമണി ചെപ്പു തുറം. പിന്നെ നമുക്ക് പാതാളത്തിലേക്ക് പോയി. നമുക്ക് ശരിക്കും വല്ലാതെ െങ്കിലും പാടാമായിരുന്നു എന്ന് കേട്ടപ്പം നമുക്ക് എന്താണ് പ്രശ്നം, അങ്ങനെയാണ് ശ്രുതിയുടെ ഒരു കാര്യം മനസ്സിലാക്കിയത്. മിക്കവാറും അവരുടെ അടുത്ത് നമ്മൾ തന്നെ പറഞ്ഞല്ലോ അവർക്ക് പറ്റുന്ന ശ്രുതിയിലേക്ക് താഴ്ത്താൻ. അപ്പൊ അത് അല്ല, അത് പറയുമ്പോൾ പാട്ടിന്റെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ പാട്ടിന്റെയും കൂടെ പ്രസൻസ് പോകും. അല്ല, അതിന് പ്രസൻസ് പോവാണ്ട് പാടാനായിട്ട് ഇപ്പൊ എഫിലുള്ളത് ഈ ഫ്ലാറ്റിൽ പാടിയത് കുഴപ്പമില്ല. ഈ വരെ പോയതാണ്. ഒരു ടോൺ മാറ്റാം. അത് മാത്രല്ല, ഇപ്പം ആറ്റിറമ്മിൽ ഘോഷയാത്ര, ഘോഷയാത്രയായി ചേച്ചി തന്നെ അത് കൂട്ടിയാ പാടും. എനിക്കത് അങ്ങനെ അത് കുങ്കുമപ്പൂ നീളെ, ഇതെല്ലാം ഇന്ന് നീ വരാഞ്ഞതെന്തേ, അവിടെ ഒന്നും എന്താ പാടണേന്ന് ക്ലിയർ ആയില്ല. പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂ നീളേ. പിന്നെ പ്രത്യേകിച്ച് മലയാളം പാട്ട് പാടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതിനു മുമ്പ് എത്ര പേരോട് പറഞ്ഞപ്പോൾ വീണ്ടും തന്നെ എനിക്ക് ഇഗാരമാണ് കേൾക്കുന്നത് ത്രൂ ഔട്ട്. വൈ ദാറ്റ് ഈസ്? അങ്ങനെ ഇഗാരം കൊടുക്കണ്ട. കുന്നിമണി ചെപ്പു തുറന്ന് നെന്നി നോക്കി, നെന്നിയല്ല
എണ്ണി നോക്കി, അത് പാടുമ്പോഴാണ് കുന്നി മണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, അല്ല നേരം, നേരം എന്ന് പറയുന്ന നല്ല വാക്കാണ് നമ്മുടെ മലയാളത്തിൽ മാത്രം, അത് അത്ര ക്ലീൻ. അപ്പൊ അത് നമ്മൾ നേരം, എല്ലാ വാക്കുകളും പിന്നിൽ വന്നു പൊന്മുളതൻ കാതിൽ, എല്ലാത്തിനും ഈ ഒരു ഇകാരത്തിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് കേട്ടു നോക്കൂ. വെൻ ഇറ്റ് കംസ് യു ക്യാൻ ലിസൺ. ആ ഇകാരം എടുത്ത് കളയുക. പിന്നെ മാക്സിമം കട്ടിപ്പിച്ച് പാടാതിരിക്കുക. ഇത് തെറ്റായിട്ട് അത് ആ ഭാവം കൊടുക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഒരു ചെറിയ സ്പാർക്കിൽ നിന്നാണ് പാട്ടുകൾ ഉണ്ടാവുന്നത്. ONV കുറുപ്പുണ്ട്, ജോൺസൺ ഉണ്ട്. 2-3 ദിവസമായിട്ട് ഒരു സിറ്റുവേഷൻ അതിന് പാട്ടുണ്ടാക്കി ജോൺസൺ ഇങ്ങനെ മല പറിച്ച് ട്യൂൺ ഉണ്ടാക്കും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ ട്യൂൺ. ONV സാർ എഴുതും. ഇങ്ങനെ എന്ത് ചെയ്താലും ഡയറക്ടർക്ക് വേണ്ട ഒരു സാധനം ഡയറക്ടറിൻ്റെ ഉള്ളിലുണ്ട്, അത് പാടിക്കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാലത്ത് ചായ കുടിച്ചിട്ട് ജോൺസൺ റൂമിലിരിക്കുന്നു. സത്യനന്ദിക്കാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജോൺസൺ അത്രേ ഉള്ളൂ. എന്തോ ഒരു വെറുതെ ഒരു എങ്ങനെ ഇനി അടുത്ത കോംപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിന്റെ ഒരു തുടക്കമാണ് കുറിച്ച് വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഇനി കോംപ്ലിക്കേറ്റ് ചെയ്യാം. അതങ്ങനെ ഇരിക്കുമ്പോ ആ കഥക്ക് അങ്ങോട്ട് തള്ളി തുറന്നിട്ട് ഇപ്പൊ വായിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് പരിങ്ങി, എന്താ ഇപ്പൊ വായിച്ചത്? അല്ല ഇപ്പൊ ഇതോ അപ്പം പിടിയിട്ടേ ഇതാണ് ട്യൂൺ ട്ടാ, ഇനി വേറെ കോംപ്ലിക്കേറ്റ് ഒരു ട്യൂൺ മാറ്റണ്ട, ഇതേ മൂഡിൽ എനിക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ഒരു ട്യൂൺ ഉണ്ടാക്കുക. അതപ്പൊ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി. അങ്ങനെ തന്നെ ONV സാറിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഈ പാട്ടുണ്ടായി ഒരു സൂപ്പർ ഹിറ്റ് സോങ്. അപ്പൊ അത്ര ലളിതമായിട്ടാണ് അവരതിനെ. അപ്പൊ നമ്മൾ പാടുമ്പോഴും അതുപോലെ ലളിതമായിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യുക ഇത്തരം പാട്ടുകൾ. ഓക്കെ, താങ്ക്സ്. നിങ്ങൾക്ക് ഇത് എന്താ തോന്നിയത്? നിങ്ങൾക്ക് താഴെ ഒരുപാട് ആയതുപോലെ തോന്നിയായിരുന്നു? എന്താ ഒരുപാട് താഴ്ന്നു. പക്ഷെ ഈ പാട്ട് തന്നെ മാറ്റിയത് ഇന്നിവിടെ വന്നിട്ടാണ്. ഇന്നാണോ മാറ്റിയത്? ഇതിന്റെ മുന്നേ ഗ്രൂം ചെയ്ത പാട്ട് വേറെയാണ്. ഗോപികയായിരുന്നു നോക്കിയത്. ഇന്ന് ഇവിടെ വന്നിട്ട് മാറ്റിയതായി പാട്ട്. മുഴുവനായിട്ട് പോയത് കൊണ്ട് ഗോപിക തന്നെ പാടിയാ മതിയായിരുന്നല്ലോ. അതെന്താ മാറ്റിയേ? ഈ ശബ്ദം എനിക്ക് തീരെ അടഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് എന്തായാലും പങ്കെടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഈ പാട്ട് ധൈര്യത്തിൽ പാടിയതാണ്. ഇത് തന്നെ എനിക്ക് തോന്നണേ ഈക്ക് വലിയ കുഴപ്പമുണ്ടാവൂലല്ലോ. ഈക്ക് പാടാൻ പറ്റൂലേ ജോസേട്ടാ? ഒന്ന് കൊടുത്തു നോക്കിയേ. ഉണ്ണിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ഇതെന്ത് പ്രസൻസ് ആണ് ഇത്, കണ്ടോ? എഫില് പാടിയതുമില്ല, ഈക്കാണ് പാടിയത്. എന്നിട്ടു അങ്ങ് പ്രസൻസ് ഒരു വിടർന്ന പോലെയായി അല്ലേ രാധിക? പിന്നെ താമര വിടർന്ന പോലെയായി പോയി. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ജഡ്ജസിന്റെ മാർക്കിലേക്ക് കടക്കാം. ദിവ്യയ്ക്ക് 89 ഔട്ട് ഓഫ് 100. ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു ദിവ്യ മാർക്ക്? 88.5. കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, താഴത്തേക്ക് പോയിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. മാർക്കിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഇമോട്ടീവ് റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു അജന്യ.
എന്നച്ഛൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? വെള്ളം വേണോ കുറച്ച്? അജന്യക്കുട്ടി എന്ത് പറ്റി? എന്തു പറ്റിയ അജന്യ? എന്താ പറഞ്ഞോളൂ എന്താ പറയാനുള്ളത്? ഈ പാട്ട് ആ കംപ്ലീറ്റ് ആയിട്ട് പാടാൻ പറ്റുമെന്ന് സംശയം. ഞങ്ങൾക്ക് ഇതിന്റെ പാട്ടിന്റെ അർത്ഥം കേൾക്കുമ്പോ മനസ്സിലാവും ഇത് അച്ഛന് വേണ്ടി പാടിയതാണോ? അതെ. അച്ഛൻ ഇവിടെ ഉണ്ട്, എന്റെ കൂടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലാവരും മുന്നേ ഉള്ളവരൊക്കെ അച്ഛൻ്റെ ഒക്കെ പാട്ട് പാടുമ്പോൾ ഞാൻ അവിടുന്ന്, പക്ഷെ അവരൊക്കെ പറയുമ്പം അവരെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം സുഖമില്ലാതെ അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നത് അവർ അച്ഛനായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വെക്കുന്നത് 3ാം ക്ലാസ് പ്രായത്തിലാണ് അച്ഛൻ മരിച്ചത്. എനിക്ക് ആ സമയത്ത് അച്ഛൻ മരിച്ചു എന്നുള്ളത് അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്ക് എന്തൊക്കെയോ എന്തെന്നറിയില്ല. അജന്യ, അതെങ്ങനെയാ അജന്യ തെറ്റിയത് പോലെ തോന്നണേ? ഞാൻ ഇത്രയും കാലം എവിടെയോ അങ്ങനെ വലിയ വലിയ ഷോസിലോ അല്ലെങ്കിൽ പ്രോഗ്രാംസിനോ ഒന്നും ഗാനമേള അങ്ങനെ ഒന്നും പോകാറില്ല. കാരണം എല്ലാവർക്കും ഗാർഡിയൻ ഉണ്ടാവും കൂടെ വരാൻ. രഞ്ജിനി ചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും എല്ലാത്തിനും ആരെങ്കിലും കൂടെ വരും. എനിക്കിങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അജന്യ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഈ ഷൂട്ടിന് മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാ. അച്ഛനും അമ്മയ്ക്കും വയസ്സാവും, അവർ നമ്മളെ സ്നേഹിക്കും. ശരിയാണ്, ദേ അമ്മ നിൽക്കുന്നു. എന്നും അവരെന്നും കൂടെ ഉണ്ടാവാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവും അജന്യയുടെ. എല്ലാവരും പറയുമ്പോ അല്ലേ ആ ഒരു നഷ്ടബോധം അല്ലേ? എല്ലാവരും പറയൂ അച്ഛനുള്ളതുകൊണ്ട് അവിടെ പോയി. എന്റെ ഫ്രണ്ട്സ് പാട്ട് പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പല സ്ഥലത്ത് പല ദൂരങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകുന്നു. എപ്പോഴും ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യും. എനിക്ക് അതിനൊന്നും പറ്റാതിരുന്നത് എനിക്ക് അങ്ങനെ കൂടെ വരാൻ ആരും ഇല്ലാത്തോണ്ടായിരുന്നു. അതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലായില്ലേ? ചില നേരം അങ്ങനെ ആരും കൂടെ വരാതിരിക്കും. ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടിയില്ലേ, അജന്യ വന്ന് പാടുന്നില്ലേ? അല്ലേ? ഞങ്ങൾ എല്ലാരും കൂടെയില്ലേ? ഇത് അത്രയും പേര് കൂടെയില്ലേ? നോക്കിയേ, ജോസേട്ടൻ വരെ കരയണം. ജോസേട്ടൻ കരയല്ലേ? ചെറുപ്പത്തില് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 4ാം ക്ലാസ് പഠിക്കുമ്പോ
ആദ്യമായിട്ട് ഞാനൊരു ലൈറ്റ് മ്യൂസിക് പാടിയിട്ട് എനിക്കന്ന് ട്രോഫി കിട്ടി. അപ്പോൾ അച്ഛന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. എനിക്കെന്താ അറിയില്ല, അച്ഛനും അസുഖമാണോന്നും അറിയില്ല, അല്ലെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് അപ്പോൾ ഇല്ല. അപ്പം ഒരു ട്രോഫി എനിക്ക് അസംബ്ലിയിൽ ടീച്ചർ തന്നു ഫസ്റ്റ് ടൈം. അപ്പോൾ ഒരു ടീച്ചർ വിൽസി ടീച്ചർ ചിലപ്പോൾ വർക്കാണ്. ടീച്ചർ എന്നെ പോവാൻ നമുക്ക് അച്ഛനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഓട്ടോ പിടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ഛൻ അവിടെ മൂക്കിലൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ട് തീരെ ഇതായിട്ടില്ല. എനിക്കെന്തോ കുസൃതിയായിട്ടാണ് ഞാനിങ്ങനെ അച്ഛനെ ട്രോഫിയൊക്കെ പൊക്കി കാണിക്കുന്നു, അച്ഛനെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് ഞാൻ കാണുന്നത്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാ ട്രോഫിയൊക്കെ കിട്ടി വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഫസ്റ്റ് അമ്മ ജീപ്പിൽ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വരുന്നത് കാണുന്നത്. എനിക്കെപ്പോഴും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് വരുന്നു, അച്ഛൻ്റെ ബോഡി കൊണ്ടുവയ്ക്കുന്നു. എന്നെ എല്ലാവരും കൂടെ അച്ഛൻ്റെ തലയുടെ ആ സൈഡിൽ ഇരുത്തിച്ചു. ഞാൻ അച്ഛൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പൊക്കി കളിക്കാം. എനിക്കതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സഹിക്കാൻ. നമ്മുടെ ഇതെല്ലാം ജീവിതമാണ്. ആരും ഈ ലോകത്ത് അധികം എന്താ പറയുക, നമ്മൾ ഫുൾ ടൈം ഇരിക്കാൻ പോകുന്ന എല്ലാവരും ഓരോ സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് നമ്മുടെ പാടി നോക്കുമ്പോ എനിക്കത് പറ്റണില്ലെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ പുള്ളിയാണ് എനിക്കിപ്പോ എന്റെ അച്ഛനും ഗാർഡിയനും എല്ലാം എന്നെ ഹസ്ബൻഡാണ്. നല്ല ഒരാളെ കിട്ടിയില്ലേ, ഇതൊക്കെ അച്ഛന്റെ അനുഗ്രഹമായിട്ട് കൂടെ ഇപ്പൊ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് അജന്യ, അറിയോ? എനിക്കങ്ങനെ കൂടെ വരാനൊന്നും ആരുമില്ല. പക്ഷെ നമ്മൾ ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വരുന്ന സ്ട്രെങ്ത് വേറെയാണ്. ഞാൻ ഇതിലും വലിയ തൊട്ടാവാടിയായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ തഗ്ഗായി മാറുള്ളൂ ലൈഫിൽ. എന്ത് വന്നാലും മനസ്സിലായോ അല്ലേ മീനു? ആ അപ്പൊ കരയേണ്ടതേ അമ്മ വന്ന് നിൽക്കണു, അച്ഛനെയും ബ്രദറിനെയും. പിന്നെ എനിക്ക് എല്ലാം അമ്മ ഞങ്ങളെ രണ്ടുപേരും എന്റെ ഏട്ടനെയും പഠിപ്പിച്ച് ഒറ്റയ്ക്ക് വീട് വെച്ചു. കണ്ടോ ഞാൻ പറഞ്ഞ എന്താ? ഒറ്റയ്ക്ക്. അമ്മയൊക്കെ ആരായിരുന്നു കൂട്ടെന്ന് ചോദിച്ചായിരുന്നോ? ഇല്ല, അമ്മ ഒറ്റയ്ക്ക് നിങ്ങളെ പഠിപ്പിച്ച് വീടും വെച്ച് സ്ട്രെങ്ത് ആണത്. എല്ലാവർക്കും അമ്മമാര് വലിയ ഇതായിരിക്കും, പോരാളിയായിരിക്കും. എനിക്ക് എന്റെ അമ്മ സൂപ്പർ ഹീറോ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും വഴക്കൊക്കെ ഇടും, എന്നാലും എന്റെ അമ്മ എനിക്ക് തീർച്ചയായിട്ടും അതാണ് എക്സാമ്പിൾ ആവണ്ടേ. അമ്മ ഒറ്റയ്ക്ക് ചെയ്തു. പക്ഷെ അജന്യ, യു ഹാവ് എ ഹസ്ബൻഡ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ തന്നെ താൻ പറഞ്ഞു ഇല്ലേ? അപ്പൊ പിന്നെ എന്തിനാ ഈ വിഷമിക്കണേ? അത് ഇത്രയും നന്നായിട്ട് പാടുന്ന ഇവിടെ എൻ്റെ കൂടെ പവിത്ര വന്നിട്ടുണ്ട്. പവിത്രക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത്. പറയാ ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ അവൾ അവിടെ കരയാൻ തുടങ്ങി. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് അജന്യ, എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. ഇത് എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും സാറിനാണെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും അല്ലേ? അപ്പൊ അതൊക്കെ വിടാം, നമുക്കിനി പാട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഔസേപ്പച്ചൻ സാറിനോട് കൈമാറുന്നു. അജന്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. നമുക്കിവിടെ അതിൽ ഇതുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെയല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് കാണാം. അവരൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു, എവിടെയായിരുന്നു, എന്തൊക്കെ ചെയ്തിരുന്നതാണല്ലേ? അതങ്ങനെ എല്ലാവരും മാറും. അജന്യയും കുറെ കഴിയുമ്പോൾ വയസ്സാവും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പം അത് ഓക്കെ, പലർക്കും ചെറുപ്പത്തിൽ നഷ്ടമാകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് അജന്യ പറഞ്ഞത്. അജന്യക്ക് കിട്ടാണ്ട് പോയ വിഷമത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ല ഇപ്പോൾ നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ബട്ട് വാട്ട് വി ഡിൻ ഗെറ്റ്. അപ്പം ഇങ്ങനൊരു വേദി, വലിയ വേദി വരുന്ന നേരത്ത് അതൊക്കെ നമ്മളുടെ മനസ്സിലറിയാണ്ട് ഓർമ്മ വരും. അത് നാച്ചുറലാണ്. അത് നമ്മൾക്ക് വിഷമം പറഞ്ഞ് തീർത്തന്നെ പറ്റുള്ളൂ. പക്ഷെ അത് തീർക്കണം, അതിവിടെ അവസാനിപ്പിക്കുക. ഇനിയുള്ള ജേർണിയിൽ സംഗീതം നമുക്ക് കൂട്ടായിരിക്കും. മ്യൂസിക്കൽ വൈഫ് കഴിഞ്ഞാലും സംഗീതം എന്നും കൂട്ടായിരിക്കണം. ഇപ്പൊ ഫേമസ് ആവാൻ പോവല്ലേ? ലക്ഷം പിന്നാലെ. അതെ, എനിക്കിത് പാടി തീർക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അച്ഛന് വേണ്ടി ഞാനിത് പാടി തീർക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയത്. കാലിന് വയ്യെങ്കിലും ഞാൻ കയറിയത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. അച്ഛന് വേണ്ടി ഞാൻ പാടി തീർക്കും. പാടാനല്ല എനിക്ക് പറ്റും, അച്ഛനെ അത് കേൾപ്പിച്ചു കൊടുക്കാനല്ല എനിക്ക് പറ്റും. അപ്പോൾ എന്തായാലും ഈ വേദിയിൽ നിന്ന് അച്ഛന് വേണ്ടി ഒരു പാട്ട് പാടുമ്പോൾ അച്ഛനൊരു ഇതുണ്ടാവില്ലേ, അപ്പൊ അച്ഛന് സന്തോഷമാവില്ലേ? അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ മെയിൻ. അതിവിടെ കംപ്ലീറ്റ് ചെയ്തു.
അജന്യ നന്നായിട്ട് പാടി. താങ്ക് യു സർ. അജന്യയുടെ എനിക്ക് ആ ആദ്യത്തെ കടലോളം വാത്സല്യം താരാട്ടായി തരും അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു വരികളുടെ അതിൻ്റെ മെയിൻ അതിൻ്റെ ശ്രുതി ആയാലും ബാക്കിയെല്ലാം അതിൻ്റെ എക്സ്പ്രഷൻസ് ഇതെല്ലാം വളരെ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വന്നു. ഈ അനുപല്ലവി വരുമ്പോൾ മാത്രം എന്താണ് അത്, ആ കമ്പോസിഷനും കുറച്ചൊരു സാധാരണ നമ്മൾ ചിന്തിക്കാത്ത റൂട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ബ്രില്യൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് പാടുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് കൃത്യമാക്കാൻ പറ്റുമോ? വാലിട്ടെഴുതുമ്പോൾ ഇത്രയുള്ളോ ആ തുടങ്ങുന്നതൊക്കെയാണ് വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽക്കണ്ണാടി അച്ഛന്റെ കണ്ണുകൾ. കണ്ണുകൾ കുഴപ്പമില്ല. വാൽ കണ്ണാടിയിൽ ശ്രദ്ധിച്ചു. ആഹാ, അച്ഛന്റെ കണ്ണുകൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ കേട്ടില്ല മോള് പാടുമ്പോ. വാല് എവിടെന്നോ വന്നു, ആരുടെ വാലാണോ? മെയിൻ ആയിട്ട് അത് സെക്കൻഡ് ചരണത്തിലെ വർഷവസന്തങ്ങളാണ്. അതിൽ കൂടുതലായി, അതിലാണ് അത്രയും ഇനിയും ക്ലിയർ ആയിട്ടില്ല. വർഷത്തിലേക്ക് എത്തിയില്ല. അതാ ആ വർഷം. എനിക്ക് ചരണം അതൊന്ന് പാടിക്കാം മോളെ, ഫസ്റ്റ് 2 ലൈൻ. അത് ക്ലിയർ ആവാത്തതിന്റെ കാരണമുണ്ട്. ചില വേർഡ്സ് നമുക്ക് ഒരു ഹൈ പിച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ക്ലിയർ ആവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. മോളുടെയും കൂടെ കുഴപ്പമല്ല അത്. ആ വന്നിരിക്കുന്ന വേർഡ്സ് ഇതുപോലെ എന്ന് വരുന്നത് കഷ്ടമാണ്. വർഷ അടുത്ത ലൈൻ ഒന്ന് പാടുമോളെ. വർഷവസന്തങ്ങൾ വന്നു പോയിടവേ എന്നിനവറിയുന്നു അച്ഛന്റെ മാനസം. വർഷവസന്തങ്ങൾ വന്നു പോയിടവേ എന്നിനവറിയുന്നു അച്ഛന്റെ മാനസം. നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പാടാൻ അറിയാം കേട്ടോ. എന്തൊരു രസമായിട്ടാണെന്നറിയാം. വാലിട്ട് എഴുതുമ്പോൾ തന്നെ ഇപ്പൊ പാടിപ്പോ എന്തൊരു കൺട്രോൾ ചെയ്ത് എന്തൊരു സുഖമാണ് കേൾക്കാനായിട്ട്. നല്ല അതൊരു വലിയ കഴിവാണ്, ഒരു കൺട്രോൾ ചെയ്ത് പാടുക എന്നുള്ളത്. തുറന്നു പാടുക, കൺട്രോൾ ചെയ്ത് പാടുക, ഇതൊക്കെ. ഇനി ഇത് പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലൊക്കെ സൂപ്പറായിട്ട് നമ്മൾ പാടണം. അച്ഛന്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ട് കേട്ടോ മോളെ. രാജേഷേട്ടന് കയ്യടി വാങ്ങാൻ ഫ്ലൂട്ട് കയ്യിൽ അല്ല, അത് ഫ്ലൂട്ട് പഠിച്ചിട്ട് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പറ്റൂല. പാടാൻ പറ്റൂല. പാട്ട് പാടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ഫ്ലൂട്ട് എടുത്ത മാത്രം ശ്വാസം എവിടെ ഇരിക്കുന്നു നിങ്ങൾ? രാജേഷ് ഒരു 10 പ്രാവശ്യം വായിക്കട്ടെ. അല്ല പാടത്തെ ഇമ്പോസിഷൻ. സർ ഞങ്ങൾ ജീവിച്ചോട്ടെ സർ. മാർക്കിലേക്ക് അറിയാം. മോള് വരുന്നുണ്ട്. അജിന്റെയുടെ മോളാണത്. അമ്മയെ കാണാതെ ഇത്ര നേരം കരച്ചിലായിരുന്നു. അതാ അജിന്റെയുടെ അമ്മ എത്തിയിട്ടുണ്ട്. മോളുടെ പേരെന്താ? മേധസ്വി. ഇവിടെ വന്നിട്ട് ഒരുപാട് നല്ല പേര്. ശിവാരാധ്യ, തൃഷിക, മേധസ്വി. ചേച്ചിക്ക് ഇതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടല്ലേ? ഭയങ്കര മെമ്മറി. ഇനി മാർക്ക് പറയാം കേട്ടോ. അജന്യക്ക് 92.5 out of 100. Thank you sir. 92.5. ഹായ്.
അമ്മയെ കണ്ടിട്ട് സന്തോഷം. അതെ അജന്യ, അപ്പോ നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ 2 റൗണ്ടുകളിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ 93.5ഉം ഇപ്പോ സെക്കൻഡ് റൗണ്ടിൽ 92.5 ആണ്. അപ്പൊ നല്ല മാർക്കാണ്. അപ്പൊ അടുത്ത ഘട്ടത്തിലോട്ടുള്ള യാത്രയാണ്, നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് എൻ ഉയിരേ വരു തെന്നലായി അരികേ. സർ, ഈ വേളയിൽ എനിക്കൊരു ആനന്ദകരമായ ഒരു വാർത്ത എല്ലാരോടും പറയാനുണ്ട്. ഈ പരിപാടി നിർത്തി നീ പോവാണോ? അതല്ല, അതായത് നമ്മുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെയും ആദ്യത്തെ സ്റ്റേജിന്റെ ഈ 2 റൗണ്ട് വീതം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പെർഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ സ്റ്റേജ് 22 കണ്ടസ്റ്റന്റ്സും പെർഫോം ചെയ്ത് കഴിഞ്ഞു. ആദ്യ ഘട്ടത്തില് 2 റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു. അതെ, വളരെ സക്സസ്ഫുള്ളി. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി സന്തോഷിച്ചിരിക്കുന്ന 22 പേർക്കുമായി ഒരു ചെറിയ ദുഃഖ വാർത്ത കൂടി ഞാൻ അറിയിക്കുന്നതാണ്. അറിയിക്കട്ടെ. നമ്മൾ ഈ ഘട്ടം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 റൗണ്ടുകളായിട്ടായിരിക്കും നിങ്ങളുടെ ഈ ആദ്യഘട്ട മത്സരം നടക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഓരോ റൗണ്ടിലെ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിങ്ങൾ ഈ 2 റൗണ്ടുകളായി നടത്തേണ്ടതെന്ന് പറഞ്ഞിരുന്നു. കാരണം നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡേഞ്ചർ സോണിൽ എത്തുന്നത്. അവസാന 5 സ്ഥാനക്കാരായിരിക്കും ഡേഞ്ചർ സോണിൽ എത്തുന്നത്. അവരിൽ നിന്ന് ആരൊക്കെ എലിമിനേറ്റ് ആകുമെന്ന് നമ്മുടെ ജഡ്ജസ് തീരുമാനിക്കും. അപ്പൊ നമ്മൾ ഇനി ഡേഞ്ചർ സോൺ പ്രക്രിയയിലോട്ട് കടക്കുകയാണ്. റെഡിയാണല്ലോ? റെഡിയാണോ? റെഡി. ഓക്കെ, ജഡ്ജസ്, ആരൊക്കെയാണ് നമ്മുടെ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്ന ആ 5 പേർ? ആയിഷ, മേലെ ഉള്ള പോർഷൻ എല്ലാം കുറച്ച് ശ്രുതി ചേർന്നില്ല അങ്ങോട്ട്. ഐഷയാണ് ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന 5 പേരിൽ ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആൾ ആരാണ്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയാണ് നമ്മുടെ ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന രണ്ടാമത്തെ കണ്ടസ്റ്റന്റ്. അടുത്ത കണ്ടസ്റ്റന്റ് നിമിഷ. പാടുമ്പോ അതിനൊരു ഭാവം വേണം ആ പാടുമ്പോഴത്തെ. നെക്സ്റ്റ് ദിവ്യ. അത് ഏത് പാട്ടാണെന്ന് മനസ്സിലാവാൻ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായി. നെക്സ്റ്റ് അശ്വിനി. ഏതൊരു ഷോയിലും കോമ്പറ്റീഷൻ ആണുള്ളത്. അതെ, ആ കോമ്പറ്റീഷനിൽ അക്കോർഡിംഗ് ടു ദ മാർക്ക് there should be an elimination. ആ എലിമിനേഷൻ നമുക്കൊരിക്കലും പറ്റില്ല. പക്ഷെ ഇന്നൊരു ദിവസം ഇതിപ്പോ ഈ ഒരു ഷോയിൽ ഇത്രയും പങ്കെടുത്താൽ തന്നെ ഒരു 1000 ദിവസം നിങ്ങൾ ഈ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പോലെ തുല്യാണ്. ഇനിയിപ്പോ ഇവിടുന്ന് മാറിയാലും ഇനിയും അവസരങ്ങൾ വരും. ഈ അവസരങ്ങൾ മാത്രമല്ല, നിങ്ങളിതൊക്കെ ഇപ്പൊ ഇത്രയും അടുപ്പമായല്ലോ. അതുകൊണ്ട് ഈ അവസാന റൗണ്ട് വരെ യു വിൽ ബി വാച്ചിങ് ദിസ്, അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കും ബാക്കി നിങ്ങളുടെ സുഹൃത്തുക്കള്. നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അത്രയും സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ കഴിയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരാൾക്ക് ഫസ്റ്റ് ഇത്രയും മാർക്ക് കിട്ടുമ്പോൾ നിങ്ങളത് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ വേറൊരു ഷോയിലും കാണാൻ പറ്റൂല. അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം കേട്ടോ പ്രേക്ഷകരെ, നിങ്ങളൊക്കെ മനസ്സിലാക്കോ. കണ്ണിലേ
പക്ഷെ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എലിമിനേഷൻ വി കനോട്ട് അവോയ്ഡ്. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ പോവില്ല. ഇത് എന്തത്, ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ പല ഭാഗ്യക്കേടുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതിനുള്ള പരിചയക്കുറവുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഇതിൽ ഉള്ളില് പുറത്തു പോകാത്തവരെക്കാൾ നന്നായി പാടുന്നവരായിട്ട് നിങ്ങൾ പിൽക്കാലത്ത് വരികയും ചെയ്യും. അവരായിരിക്കും ചിലപ്പോൾ ടോപ്പ് നമ്പർ 1 ആയിട്ട് പുറം ലോകം അറിയാൻ പോകുന്നത് ഇൻ ഫ്യൂച്ചർ. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ബട്ട് ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. ഈ ഒരു 5 മിനിറ്റ് നേരം നമ്മളവിടെ പാടുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ചിലപ്പോൾ ഒരു ലക്ക്, ഒരു ദൈവാനുഗ്രഹം, എന്തോ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ നേരം പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവം ആർക്കാണെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പൊ ഞങ്ങൾ തന്നെ ചില നേരം ആ ഒരു 5 മിനിറ്റ് വരെ, അതിനുശേഷം പിന്നെ ഇല്ല നമുക്ക് വീണ്ടും പ്രസന്റ് ചെയ്യാൻ. എല്ലാവർക്കും എപ്പോഴും നന്നായിക്കോണമെന്നില്ല. ഞാന് ഇവിടുന്ന് ഇപ്പോ ഔട്ട് ആവുന്നുണ്ടെങ്കിലും എനിക്ക് ആദ്യം മിസ്സാവുന്ന എനിക്ക് ഈ പറയുന്ന എന്റെ കൂടെയുള്ള ആൾക്കാരാണ്. നമ്മ എല്ലാ ആൾക്കാരും പഠിച്ചോനീശ്വര എങ്ങനെയെങ്കിലും ഒരിക്കന്ന് എല്ലാവരും മര്യാദക്ക് പാടാൻ പറ്റിയാൽ മതിയായിരുന്നു. അതായത് നമ്മളെല്ലാരും ആ സീറ്റിൽ ഇരുന്നിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന അതാണ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ 17 പേര് സേഫ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്നവരെക്കാൾ ടെൻഷനും പേടിയാണ് ഇവിടെ ഇരിക്കുന്ന 17 പേരുടെ മുഖത്ത്. അവരത്രധികം ഒരു ഫാമിലി ആയി കഴിഞ്ഞു ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ. എന്തായാലും സങ്കടം ഉണ്ടാവും. കളവ് പറയുന്നൊന്നുമല്ല, സത്യമായൊരു സങ്കടം ഉണ്ടാവും. ഇത്ര നല്ലൊരു ഫ്ലോറ് പോവാന്ന് പറഞ്ഞാല് സങ്കടം ഉണ്ടാവും. ഇങ്ങനൊരു വേദി കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി ഓരോ ഓഡിഷന് പോകും, ഫീൽഡാവും, പിന്നെയും പോവും, പിന്നെയും അങ്ങനെ ആവും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോർ എനിക്ക് കിട്ടുന്നത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി പോകുന്നതാ. എനിക്ക് 2 കുട്ടികളായതിനു ശേഷമാണ് എനിക്കൊരു അവസരം കിട്ടിയത്. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റിയതിൽ. പ്രത്യേകിച്ച് ഗ്രൂമേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് പറയണം. പിന്നെ നമ്മുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ്, ഓർക്കസ്ട്ര ടീം, എല്ലാവരും. എനിക്കും ഇതുപോലെ ഒരു വേദിയിൽ പാടണമെന്ന് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ അധികം ഓഡീഷൻസിനൊന്നും പോയിട്ടില്ലായിരുന്നു. ഭയങ്കര ലക്കായിരുന്നു ഇങ്ങനെ ഒരു വേദി കിട്ടിയത്. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യം, ഞാൻ കാണണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് കണ്ടത്. എനിക്ക് കാണാൻ പറ്റി. അത് ഭയങ്കര, ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പിന്നെ ഗ്രൂമേഴ്സ് ആണെങ്കിലും അവർ പറഞ്ഞു തരുന്ന സമയത്തൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെ വരുമ്പം പിന്നെ ത്രോട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, തണുപ്പിന്റെ ഒക്കെ തന്നെ ആയിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് മിസ്സാവും. ഔട്ടായാൽ എന്തായാലും മിസ്സാവും വേദി. ഇങ്ങനെ ഒരു ഫ്ലോറിൽ പാടുക എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. പുള്ളി ഇല്ല, ഒരു വർഷം പോയിട്ട് ഇവിടെ പാടുമ്പോഴും ഇത് ആദ്യത്തെ ഒരു റൗണ്ടിന്റെ സമയത്ത് അർഷിതയുടെ അച്ഛൻ കയറി വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെയാണ് ഞാൻ മിസ് ചെയ്തത്. വെണ്ണിലവ് കണ്ണു വെച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വെച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി. ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ പാടിയപ്പോ പാടിയപ്പോ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നില്ല. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാനിങ്ങനെ ഒരു ഫ്ലോറിൽ പാടുക എന്നുള്ളത്. പക്ഷെ അത് കാണാൻ അനുവദിച്ചില്ല. എന്തായാലും ഇവിടുന്ന് പോണ്ടി വന്നാലും ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും. താങ്ക് യു.
സത്യത്തിൽ എനിക്ക് വിഷമമില്ല. കാരണം എനിക്ക് കിട്ടിയത് വലിയൊരു ചാൻസ് ആയിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇതെന്റെ ഒരു തുടക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Of course, 100%. കാരണം കുട്ടികളായി കുടുംബമായി എല്ലാം വിട്ടു, പിന്നെ ഒന്നുമില്ല. പിന്നെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതല്ല, ഇത് വേറെ ഒരു വേദിയാണെന്ന് ഞാൻ പഠിച്ചു. ഇനി ഞാൻ ഇത് വിടില്ല. കാരണം ഫ്ലവേഴ്സിന്റെ ഇത്രയും വലിയൊരു ഫ്ലോറിൽ എനിക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി എവിടെ എത്താൻ സാധിക്കും എന്നുള്ള വലിയൊരു വിശ്വാസം അതാണ് എനിക്കുണ്ട്. അതിന്റെ spirit. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വണ്ടർഫുൾ, നല്ല ആറ്റിറ്റ്യൂഡ്, വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഹൗ ടു പ്രൊസീഡ്, എത്ര പേരെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും, അതൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യണം. ജസ്റ്റ് ഇൻ ഫ്യൂ സെക്കൻഡ്സ്. ഇപ്പൊ ഞങ്ങള് നിങ്ങളുടെ കൂടെയാണ്. അതായത് ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തത്, നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു 2 പാട്ട് കൊണ്ടൊന്നും ചിലപ്പോൾ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും പറ്റിയില്ല എന്ന് വരും. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. അപ്പൊ അതിനൊരൊറ്റ മാർഗമുണ്ട്. നിങ്ങൾ 5 പേര് ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഈ 5 പേർക്ക് തരാം. ഈ 5 പേർക്ക് മാത്രം, നിങ്ങൾ ഈ 5 പേര് മാത്രം ഓരോ പാട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ ഗ്രൂമേഴ്സിനോട് ചോദിച്ചിട്ട് ഓരോ പാട്ട് പാടുക. അതില് വി ഹാവ് ടു ഡിസൈഡ്. അതില് അതില് 2 പേരായിരിക്കും ഇന്നാവും. 3 പേര് രണ്ടുപേര് ഇന്നാ വാശിയോടുകൂടി വളരെ ശാന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ പല പാട്ടുകൾ കേൾക്കുമ്പോൾ അതായിരിക്കും അതാണ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചിട്ടേ അത് പാടാവൂ. അതായത് നമ്മൾ പോയി എന്നുള്ള ധാരണയിൽ വെച്ച് പാടുക. ഇനി കിട്ടുമോ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷൻ ആവരുത്. നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് പോകാൻ പോകുന്നു, അപ്പൊ എൻ്റെ ഒരു ഉഗ്രൻ തകർപ്പൻ പെർഫോമൻസ് ഞാൻ അവിടെ കാഴ്ചവെച്ചിട്ട് ഞാൻ പോവുള്ളൂ. നിങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിച്ചിട്ട് പോകും. നിങ്ങൾ വിഷമിക്കണം, ഞങ്ങളെ ഔട്ടാക്കിയല്ലോ, എന്നാ നിങ്ങൾ ഇതാണ് ഞാൻ, ഇതിപ്പോ നിങ്ങൾ വൈകി മനസ്സിലാക്കി, പക്ഷെ എനിക്ക് നിവൃത്തിയിൽ എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് അങ്ങടെ ഒരു പാട്ട് അങ്ങോട്ട് പാടപ്പോ അടിച്ചു പൊളിക്കുക. ഡോണ്ട് ബി ടെൻസ്ഡ് അറ്റ് ഓൾ. നിങ്ങളുടെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പാട്ട് എടുത്തോണ്ട് വരാം. നിങ്ങളുടെ ആഗ്രഹം കണ്ടാണ് ജഡ്ജസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാരും ഹാപ്പി ആയി കേട്ടോ. അപ്പൊ ഇത്ര പേരുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ. നിങ്ങൾക്ക് 5 പേർക്ക് നമ്മൾ ജഡ്ജസ് പറഞ്ഞ പോലെ ഒരു അവസരമുണ്ട്. നമുക്കും ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് പോകുമ്പോ, പക്ഷെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്ത വട്ടം ചെയ്യാൻ പറ്റുക. ഇനി ഒരൊറ്റ ചാൻസ് മാത്രം കേട്ടോ. എല്ലാ സുന്ദരി കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയുടെ ഉമ്മയും ഇങ്ങനൊരു തീരുമാനം എടുത്ത ജഡ്ജസിന് ആദ്യം തന്നെ ഞങ്ങളൊരു വലിയ നന്ദി അറിയിക്കാം. കാരണം നമുക്കും ഒരു വലിയ വിഷമമായിരുന്നു. കാരണം ഇവരൊന്ന് പരിചയപ്പെട്ട് ഇവരൊക്കെ ആയിട്ടൊന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പോളിക്കും ഇവര് എലിമിനേറ്റ് ആയി പോകുമോ എന്നുള്ളൊരു വിഷമം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ മാത്രം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ പെങ്ങന്മാരല്ലേ. ഞാൻ ഹിറ്റ്ലർ രാമൻകുട്ടി അവരുടെ ഇടയില്. ഹിറ്റ്ലർ രാമൻകുട്ടി, മാധവൻകുട്ടി, രാമൻകുട്ടി, ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നാ ഉദ്ദേശിച്ചത്. ശരി, അപ്പൊ എന്താണേലും All the best. Rock for the next round. Thank you. ഇനിയാണ് നമ്മുടെ വാശിയേറിയ പോരാട്ടം തുടങ്ങുന്നത്. കാരണം എന്താ, ആദ്യത്തെ എലിമിനേഷനിലേക്ക് നമ്മൾ ചുവട് വെച്ച് കഴിഞ്ഞു. ഡേഞ്ചർ സോണിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡില് അവരിൽ നിന്ന് 3 പേര് ഔട്ട് ആവുന്നു, 2 പേര് ഇന്നാവുന്നു. പിന്നെ 17 പേര് ഇവിടെ സേഫ് ആയിട്ടുണ്ട് അടുത്ത റൗണ്ടിലോട്ട്. അപ്പൊ അവർക്ക് ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടമാണ് നമ്മൾ അടുത്ത റൗണ്ടിലും കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. അപ്പോ ബൈ.